അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിന്റെ ഉപയോഗിച്ച് മാറുന്നത്. നിന്നിലേക്ക് ഞാൻ കിട്ടാതെ അത് ഈ മനുഷ്യർക്കുള്ളതാണ്, അത് അവർക്ക് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്ക് പറഞ്ഞു. അത് തെറ്റീറൊക്കെ ഞാൻ ചെയ്തിരിക്കണം, സിബിയാറും ഞാൻ ചെയ്തിരിക്കുന്നു, തഫ്സീറും ഞാൻ ചെയ്തിരിക്കുന്നു, തസ്രീഫും ഞാൻ ചെയ്തിരിക്കുന്നു, തഫ്സീറും എന്റെ വക ആണെന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തസ്രീഫുമില്ല, ഒന്നുമില്ല. എന്താ പറയുക, നബി തസ്രീലാക്കണം, നബി തസ്രീലാക്കണം എന്നെങ്കിലും ചെയ്യുമെന്നുള്ള പുറത്താണ്. അത് പറഞ്ഞു. പിന്നെ പിന്നെന്താ 3 നേരം നിൽക്കണം എന്ന് പറഞ്ഞത് നബി പറഞ്ഞു 5 നേരം നിൽക്കണം എന്ന് പറഞ്ഞു. എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു 3 നേരം അള്ളാഹ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോ നബി 5 നേരം നിൽക്കണം എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ബുഹാരി എടുത്തു നോക്കാം. ബുഹാരി എടുത്ത് നോക്കുമ്പോൾ ആദ്യം അബൂ ഹുറൈറയെ പറയാനല്ലോ. അബൂ ഹുറൈറ ആദ്യ കാലത്ത് പറഞ്ഞ് 3 നേരം നിൽക്കരിച്ചാൽ മതി, അപ്പുറം നിൽക്കരിച്ചാൽ അപകടത്തിലാണെന്ന് നബി പറഞ്ഞിരുന്നത്. ബുഹാരിലത കിതാബിന്റെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് 3 നേരത്തിൽ അപ്പുറം ചെയ്താൽ അപകടമാണ്, കായികാവൂലാന്ന് നബി പറഞ്ഞത്. അബൂ ഹുറൈറ പറഞ്ഞില്ല. അബൂ ഹുറൈറ ആദ്യ കാലത്ത് കുറച്ചൊക്കെ നബി പറഞ്ഞില്ല. ഇതിനെ നമ്മൾ പറഞ്ഞില്ല. ഇതിനാ അബൂ ഹുറൈറ നമ്മൾ പറയുന്നത്. അബൂ ഹുറൈറ പറഞ്ഞത് എന്താണ് നല്ലത് എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. അബൂ ഹുറൈറയെ പറ്റി നമ്മൾ കുറച്ച് പഠിച്ചു, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കാം. അത് പഠിക്കാൻ വേറെ കിട്ടാവുന്നുണ്ട്. അബൂ ഹുറൈറയുടെ സ്വന്തം അനുയായികൾ എഴുതാക്കി കിട്ടാൻ, വേറെ ആരും എഴുതിയാൽ എഴുതാക്കി കിട്ടാൻ മതി. അബൂ ഹുറൈറയുടെ അനുയായികൾ എഴുതാക്കി കിട്ടാനും ഇരുന്നാൽ തന്നെ അബൂ ഹുറൈറ ആരാണെന്ന് നോക്കാം. അബൂ ഹുറൈറക്ക് നബി വിശ്വസന, നബിന്റെ പേര് ഷഹാദത്തായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളൊക്കെ ഷഹാദത്തിലുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് ഷഹാദത്തില്ല. അബൂ ഹുറൈറയോ ചെല്ലൂല. ഇവിടെ ബുഹാരി എടുത്തു നോക്കൂ. ഇസ്ലാം കാര്യം തന്നെയാണ് പോലും മുഹമ്മദ് റസൂലുള്ളാഹി ചെയ്തില്ല. ഇസ്ലാം കാര്യം എണ്ണിയപ്പോൾ പോലും ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ് സാധാരണ ബുഹാരിയിൽ തന്നെ പറഞ്ഞൊക്കെ. അബൂ ഹുറൈറ ഇസ്ലാം കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മുഹമ്മദ് റസൂലുള്ളാഹി ചെയ്തില്ല. എന്ന് പറയുന്നത് ഖീമത്തലാത്താണ്. അള്ളാഹുവിനെ ശ്രദ്ധിക്കാതെ ആരാധിക്കാതെ പറയുന്നത് ഖീമത്തലാത്താണ്. അബൂ ഹുറൈറ പറഞ്ഞത് ബുഹാരിയിൽ മുസ്ലിമിലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നില്ല. എല്ലാവരും സ്വർഗ്ഗത്തിൽ കൊടുക്കും, എല്ലാവർക്കും ശഫാഅത്ത് കൊടുക്കും. ആർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയവർക്കൊക്കെ ശഫാഅത്ത് നമുക്ക് പ്രഖ്യാപിച്ച് ബുഹാരി മുസ്ലിമിലാണ്. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു എന്റെ ശഫാഅത്തിന് ഏറ്റവും അർഹരായ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണെന്ന് അബൂ ഹുറൈറ പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി കൂടി പറഞ്ഞവർക്ക് ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജൂതരും സ്വർഗ്ഗത്തിൽ കടക്കുന്നത്. അപ്പൊ അതോടുകൂടി മുഹമ്മദ് റസൂലുള്ളാഹി കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയവർക്കൊക്കെ സ്വർഗ്ഗത്തിൽ ശഫാഅത്ത് പറയാമെന്ന് പ്രഖ്യാപിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി കണ്ടു, അബൂ ഹുറൈറ കണ്ടാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടി ഹദീസെന്ന് പറഞ്ഞിട്ട് ശരിയാണ്. യുദ്ധം ചെയ്യാതിരുന്നായിരുന്നു. യുദ്ധം എപ്പോഴാ യുദ്ധം പറയും? ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരെ അങ്ങോട്ട് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഖുർആനിൽ. ഉദിനലില്ലദീന യുഖാതിലൂന ബിഅന്നഹും മുലിമൂ. ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യപ്പെടുന്ന ആൾക്കാരോട് പ്രതിരോധ യുദ്ധം ചെയ്യാനുള്ള അനുവാദം അല്ലാഹു തന്നിട്ടുണ്ട്. പ്രതിരോധ യുദ്ധം ആദ്യം കൊണ്ട് ആക്രമിക്കപ്പെടും. പ്രതിരോധ യുദ്ധം ചെയ്യാം. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തിരിച്ചടിക്കാമെന്നല്ലാതെ ആദ്യം കൊണ്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. പിന്നെ മക്കാ മുശ്രിക്കുകളെ ഖണ്ഡനത്തിലേക്ക് അത് വെച്ചിട്ടാണ് ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതി കേസോട്ട് ഖുർആൻ ചോദിക്കണം പറഞ്ഞു. അപ്പൊ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കട്ടെ. ഖുർആൻ എന്താ പറഞ്ഞു മതി? മക്കാ മുശ്രിക്കുകൾ കരാർ ലംഘിച്ചു, നബിയെയും അനുയായികളെ വേട്ടയാടാൻ വേണ്ടി പിന്നാലെ ഓടിച്ചു, അവിടുന്ന് നാട് ചേർത്തി നാട് ഓടിച്ചു. പിന്നീട് കരാറിലാക്കി കരാർ ലംഘിച്ചു. നബിനെ ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനത്തെ മക്കാ മുശ്രിക്കുകൾ കരാർ ലംഘിച്ചതിന്റെ പേരിൽ കുടുംബബന്ധം നോക്കാതെ വന്നിച്ചതിന്റെ പേരിൽ അക്രമം ചെയ്തതിന്റെ പേരിൽ അവരെ കണ്ടെടുത്ത് വെച്ചു കണ്ടെടുത്ത് വെച്ചു. കാരണം നബിനെ കൂട്ടുകാരെ അവിടെ ഓടിച്ചു, ആക്രമിച്ചു ഓടിച്ചു. നാട് വിട്ടു പോയ അവരെ കൊല്ലാൻ വേണ്ടി പിന്നെയും അങ്ങോട്ട് ഓടിക്കുന്നു. ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കാൻ പോലും സമ്മതിച്ചില്ല. അത്തരത്തിൽ കഷ്ടപ്പെടുത്തി മർദ്ദിച്ചു, കയ്യിൽ കിട്ടിയവരോട് കൊന്നു. അങ്ങനത്തെ മക്കാ മുശ്രിക്കുകളെ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കുന്നവരെ വെട്ടിക്കൊല്ലണം. കൊല്ലാൻ വേണ്ടി കൂട്ടുന്നത് അതേ അത് ഖുർആനിൽ കാണും.
കരാർ ലംഘിച്ച ആ പാപികൾ, ആ കുറ്റവാളികൾ, നിങ്ങളെ മർദ്ദിച്ചവർ, നിങ്ങളെ ആട്ടിയോടിച്ചവർ, അന്നത്തെ മക്കൾ മുസ്ലിക്കുകൾ, അവരെ കണ്ടാണ് വെച്ചുകൊള്ളണം. അവർ നിസ്കരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ പോയി വെട്ടിക്കൊള്ളണമെന്ന് പറയാനുണ്ട്. തോന്നുന്നു 9 എന്താ കാരണം? അവർ ഇങ്ങോട്ട് ചെയ്ത അക്രമത്തിന്റെ പ്രതികാരം കിട്ടില്ല. വിട്ടും ഇങ്ങോട്ട് ചെയ്ത അക്രമത്തിന്റെ പ്രതികാരം വിട്ടാൽ ഇസ്ലാം അക്രമമായിട്ട് അങ്ങോട്ട് ആരംഭിക്കാൻ പാടില്ല. എന്നാൽ ഈ മക്കളെ മുസ്ലിക്കുകൾ നിസ്കരിച്ചില്ലെങ്കിൽ കൊല്ലണം എന്നുള്ളതല്ലാതെ ലോകത്ത് ഒരൊറ്റ മനുഷ്യനെയും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പോയി പാടില്ല. മതത്തിൽ വിരാൻ തരം പാടില്ല. മക്കളെ മുസ്ലിക്കുകൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ആദ്യത്തിന് പങ്കുവരാൻ പോയി. എന്നാൽ അതൊക്കെ കഴിഞ്ഞു മക്കളെ മുസ്ലിക്കുകൾ പോയി. അങ്ങനെ കൊല്ലം 1300 കഴിഞ്ഞ ശേഷം ഇപ്പോ മുസ്ലിമീങ്ങളായ കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കേണ്ട അവരെ അടിച്ചിരിക്കുക ഇന്നും പണിയെ ഇന്ന് മുസ്ലിങ്ങളുടെ മക്കളുമല്ല, മുസ്ലിമീങ്ങളുടെ മക്കളാണ് ഉള്ളത്. അവരെയും പോയിട്ട് അടിച്ച് ഗ്രഹിക്കാൻ പറ്റിയത് ഇതാരും പറഞ്ഞിട്ടില്ല. ഇത് ഏത് ഖുർആനിലാണുള്ളത്? ഇങ്ങനത്തെ ഇസ്ലാമോ ഖുർആനിലുണ്ടോ? ഇല്ല. അടിസ്ഥാനം സ്വതന്ത്രമാണ്. അടിസ്ഥാനം സ്വതന്ത്രമാണ് ചെയ്യണം. അത് 3 നേരം ചെയ്താൽ മതി. ഈ 5 നേരം ചെയ്യണമെന്ന് പറഞ്ഞുണ്ടാക്കിയത് അതാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് ഉണ്ടാക്കിയത്? ഇവിടെ ചരിത്രപ്പെടുത്തുന്നുണ്ടാക്കി 5 നേരം 1400 കൊല്ലായിട്ട് 5 നേരം വലിയ സഹായങ്ങളും ആലിക്കന്മാരും അങ്ങനെ താപികളും താപിയും ഒക്കെ കൂടി ചെയ്തു പോലുള്ള 5 നേരത്തെ നിസ്കാരം ഇപ്പൊ പെട്ടെന്ന് വെച്ചിരിക്കുന്നത് ഒരാൾ വേണ്ടാന്ന് പറഞ്ഞാൽ ശ്രമിക്കാൻ പാടില്ല. അതൊക്കെ ന്യായം. എന്താണ് ഈ താപികാര്യങ്ങളായി നമ്മൾക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കണം. ഏതാ താപികാര്യം? ഒക്കെ പലതും ഷോർട്ട് ചെയ്ത് കൂട്ടി ഒഴുക്കി പഴയൊക്കെ നോക്കുള്ളൂ. പല വിഷയങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഓരോ വിഷയത്തിലേക്ക് പറഞ്ഞേക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ താമിൽ കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കുന്നത് നിസ്കാരം അംഗീകരിച്ചത് പരമ്പരയായി കിട്ടിയതാണ്. അത് യാതൊരു മാറ്റമില്ലാതെ ഇന്ന് വരെ നിലനിന്ന് പോകുന്ന 5 നേരം നിസ്കാരം ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വെച്ചിട്ട് ഞാനില്ല ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ശരിയാണ്. നദിയിൽ നിന്ന് 4 ഹലീഫമാരിൽ നിന്ന് താപികളിൽ നിന്ന് താപികളിൽ നിന്ന് കിട്ടിയ ഒരു പണിയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പാടില്ല. അത് പക്ഷേ എവിടുന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? ഖുർആനിൽ 3 കാണുന്നു. അവർ ഒറ്റക്കെട്ടാണ്. അതിനെതിരെ പറയാൻ ഒരാളില്ല. ഇതിന്റെ നദി എത്ര നേരം നിങ്ങൾ കേൾക്കുന്ന? ഖുർആനിൽ 3 എന്ന് പറഞ്ഞാൽ ഖുർആനിൽ 3 നേരം നിസ്കരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞാൽ ഞെട്ടി 5 നേരമാക്കും. ഡോക്ടർ 3 നേരം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കമ്പൗണ്ടർ പോയിട്ട് 5 നേരം എഴുതി കൊടുത്താൽ ആ ലിസ്റ്റ് അവിടെ സ്വീകരിക്കണം. അത് വേണ്ട. ആ ഡോക്ടർ തന്നെ സ്വീകരിക്കണം. 3 നേരം എഴുതാൻ പറഞ്ഞാൽ 3 നേരം ഇപ്പൊ കഴിക്കാൻ പറഞ്ഞ 3 നേരം കഴിക്കാൻ. അത് അള്ള പറഞ്ഞവിടെ കാണാനുണ്ട്. അള്ള വലിയ ഡോക്ടറാണ്. ശാസ്ത്രജ്ഞനോട് ചേർക്കും. എല്ലാ ശാസ്ത്രവും വലിയ കാണാറുള്ള അള്ളാഹു 3 നേരം നിസ്കരിച്ചാൽ മതി. നിങ്ങൾക്ക് സ്വസ്ഥത സമാധാനം പിന്നെ ഉന്മേഷവും ആവേശമൊക്കെ ഉണ്ടാകാൻ 3 നേരം നിസ്കരിച്ചോളൂ എന്ന് അള്ള പറഞ്ഞാൽ ആ 3 നേരം നിസ്കരിക്കേണ്ട ആവശ്യം കൊടുക്കുള്ളൂ. വ്യതിയാനോളൂ. എതി 3 നേരം നിസ്കരിച്ചോളൂ. പിന്നെ അമ്മൂക്ക് നിസ്കരിച്ചോ? 3 നേരം ഇല്ല. 3 നേരം 3 നേരം ഉസ്മാനും 3 നേരം മതി. 3 നേരം പിന്നെ അവിടെ താപികൾ തന്നെ ഇല്ലേ? അവിടെ എങ്ങനെയാ താപിയാതെ അബൂബക്കർ ഉസ്മാൻ അലി എവിടുത്തെ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. അലിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എത്ര നിസ്കാരം ചെയ്യുന്നത്? എവിടെയാണ് അവർ നിസ്കാരം നടന്നിരുന്നത് എന്നൊന്ന് അന്വേഷിക്കണം. എന്നാൽ ഇഷ്ടയുടെ മകത്തന്നെ അല്ല, അദ്ദേഹത്തിന് അല്ല, അദ്ദേഹത്തല്ല. അലിയും അനുയായികളും പോയിട്ട് 3 നേരം നിസ്കരിച്ചിരുന്നത് ഇറാഖിലാണ്. കൂഫ ബസ്രയിലൊക്കെയാണ് അലി സർക്കാർ. പിന്നീട് ഇറാനിലേക്ക് പറഞ്ഞു. അങ്ങനെ കൂഫയിലും ബസ്രയിലും തുടർന്ന് ഇറാനിലും പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ അലിയുടെ അനുയായികളാണ് പഴയുകയും അലി ഇസ്ലാമെ പഠിപ്പിക്കുകയും 5 കൊല്ലങ്ങളുടെ ഭരണം നടത്തുകയും ആ 5 കൊല്ലക്കാലവും ആ 3 നേരം മാത്രം നമസ്കരിക്കുകയും ആ സംസ്കാരം 1300 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഇറാനും ഇറാഖിലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അങ്ങനെ ഒരു ചരിത്ര ലോകത്തുണ്ടോ? ഇറാനിൽ 10,000 പള്ളികൾ, ഇറാഖിൽ 60% ത്യാഗങ്ങളാണ്, ഇറാനിൽ 95% ത്യാഗങ്ങളാണ്. ഇറാനിൽ 6 കോടി ജനങ്ങൾ മുസ്ലിങ്ങൾ ഇറാനിൽ അവരുടെ ലക്ഷത്തിൽ പരന്ന പള്ളികളിൽ തന്നെ എത്ര നേരം നമസ്കാരം? 3 നേരം മാത്രം നമസ്കാരം. 3 നേരത്തെല്ലാം പങ്കെടുക്കാൻ പാടില്ല. 3 നേരത്തെല്ലാം
അല്ലാതെ ഇമാമത്തിന് നിൽക്കാൻ പാടില്ല. 3 നേരം നിസ്കരിക്കുന്നവർക്ക് 3 നേരം പാലിക്കുന്നവർക്കല്ലാതെ ശമ്പളമില്ല. 5 നേരം മാത്രം നിസ്കരിച്ചിട്ട് അവിടെ ജയിലാണ് ഇറാനിൽ. ഇറാനിൽ ഭരണകൂടത്തിലുള്ള പള്ളികളെ പറ്റിയാണ്. 6.5 കോടി മുസ്ലിങ്ങളുണ്ട്. ഒട്ടാകെ നോക്കിയാൽ ലോകത്ത് 10 കോടി ഷിയാക്കൾ. അതാ സംഭവം. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരൊക്കെയാണ് അപ്പുറം. മുഹമ്മദ് റസൂൽ പറയുന്ന ആൾക്കാർ ഷിയാക്കൾ. അവരെ ഒന്നാണ് പറയുന്നത് അവിടെ ആരാണ് ഷിയാക്കൾ? മുഹമ്മദ് റസൂൽ പറയുന്നത്. ഷിയാക്കൾ മുഹമ്മദ് റസൂൽ എന്ന് പറയില്ല, അലി റസൂൽ എന്നാണ് അവരുടെ വിശ്വാസം എന്ന് ആര് പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കണം. ആരാ പറഞ്ഞത്? ഷിയന്റെ പെരുമാറ്റത്തെ കുറിച്ചല്ലോ മുഹമ്മദ് റസൂൽ ഷിയാക്കൾ പറയാറില്ല. അലി റസൂൽ എന്നാണ് അവരുടെ വാദം. പിന്നെ അലി റസൂൽ എന്നാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നത് ഷിയന്റെ പെരുമാറ്റം ബുഹാരി പെരുമാറ്റത്തിൽ പോലും എത്തിയിട്ടുണ്ടല്ലോ. ഷിയൻ ജീവിച്ചിട്ടുണ്ട്. കേട്ടൂടെ യാതൊരു പറയാറില്ല. ഷിയൻ ജീവിച്ചിട്ടുണ്ട്. ഷിയന്റെ പരിപാടികൾ ഷിയാക്കളിൽപ്പെട്ട ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാത്ത ഒരുത്തൻ ഈ ഭൂമുഖത്ത് നമ്മൾ തെളിയിക്കാൻ സാധിക്കും? സാധ്യല്ല. ലോകത്തൊന്നും സാധ്യല്ല. ഷിയാക്കളെ മുഴുക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവരാണ്. മുഴുക്കെ 15 വിഭാഗങ്ങളുണ്ട്. ഇരിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാത്ത ഒരൊറ്റ ശൈലി ഈ ഭൂലോകത്തില്ല. ധൈര്യമായി പറയാ. പഠിച്ചു ഒരു ഈ ലോകത്തില്ല. എന്താ ഷിയാക്കൾ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ജനം പറയും അലി വലിയുള്ളാഹ്. അതുകൊണ്ട് അലി വലിയുള്ളല്ല, മെഡിസിൻ വലിയുള്ള അല്ല, നെല്ലിമോട് വലിയുള്ള എന്ത് പറഞ്ഞാൽ ബുദ്ധിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ശേഷം പിന്നെ എന്താ വലിയുണ്ടായിക്കോട്ടെ. അലി വലിയുമ്പോ അല്ലേ ആണല്ലോ. അലി വലിയുമ്പോ തന്നെയാണ്. അത് കുഴപ്പമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തീർത്തും പറയുന്ന വാശിയോടുകൂടി പറയുന്ന ആദർശമായിട്ട് അംഗീകരിച്ച 10 കോടി മുസ്ലിങ്ങളാണ് ഇന്ന് ഈ ഭൂമുഖത്ത് ഷിയാക്കൾ. മുഹമ്മദ് റസൂൽ പറയാത്ത ഒറ്റ ഈ ഭൂമുഖത്തില്ല. ഇന്ന് ഉണ്ടായിരുന്നില്ല. തെളിയിക്കട്ടെ. ഈ ഷിയാക്കളുടെ ഷഹാദത്ത് പൂർണ്ണമാണ് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ രീതിയിൽപ്പെട്ട് അവർ തെളിയിക്കട്ടെ. ഷിയാക്കളുടെ മുഹമ്മദ് റസൂൽ തെളിയിക്കട്ടെ. സത്യമല്ല, ശുദ്ധമാണ്. ശുദ്ധമാണ് മനസ്സിലാക്കിയത്. ആരും മനസ്സിലാക്കിയെന്ന് പറയില്ല, പാവപ്പെട്ടതാ പെട്ടതാ. ആ ചരിത്രം ഈ ഖബർമാരെ ചരിത്രം പകർത്തിയതാണ്. പക്ഷെ സത്യത്തിൽ ഷിയാക്കളിൽ മുഹമ്മദ് റസൂൽ പറയാൻ ഇല്ല. ഞാൻ കുറെ ഷിയാക്കളൊക്കെ ബോംബെയിലും മദ്രാസിലൊക്കെ പോയിട്ട് കർണാടകത്തിലൊക്കെ ഷിയാക്കളോട് സംസാരിക്കും. ഷിയാക്കളെ ഇറാനിൽ തന്നെ പോയിട്ട് കണ്ട് സംസാരിച്ചു കൊടുക്കുന്ന അനുയായികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരോടൊക്കെ ചോദിച്ചപ്പോൾ എന്താ സംഭവം അറിയോ? നമ്മളെക്കാളെ കിടപ്പാണ്, നമ്മളെക്കാളെ കടുപ്പാണ്. പക്ഷെ അരിയുള്ള ബഹുമാനിക്കും ബഹുമാനിക്കും അരി ഒഴിക്കുന്നത് പറഞ്ഞോളൂന്ന് പറഞ്ഞില്ല, പറഞ്ഞില്ല അർത്ഥമില്ല. എന്നാലും അരി ഒഴിയുള്ള എന്ന് പറയുന്നതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഉണ്ടാക്കണം. അരി ഒഴിയുള്ള എന്ന് പറയുന്നവർ അവതരിപ്പിക്കൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അന്ന് ഗുരുവിലേത് നോക്കണം. എന്താ കാരണം അറിയും? ഇവിടെ സഹാദത്ത് കെട്ട ആളാണത്. ഇവിടെ സഹാദത്ത് കെട്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഇമാമായ അബൂ ഹുറൈറയാണ് സഹാദത്ത് കെട്ടത്. ബുഖാരിയിലല്ല, മുസ്ലിമിലല്ല, ദശക്കണക്കിൽ ഹദീസുകളാണ്. ബുഖാരിയിലും മുസ്ലിമിലുള്ള ദശക്കണക്കിൽ ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹി കത്തുന്നു, ഇബ്നു ഉമർ കത്തുന്നില്ല. അബൂ ഹുറൈറ കത്തുന്നു, ഇബ്നു അബ്ബാസ് കത്തുന്നില്ല. അബൂ ഹുറൈറ കത്തുന്നു, ഇബ്നു മസ്ഊദ് കത്തുന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി, അബൂ ഹുറൈറ പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല. എത്ര ഹദീസ്? 10-20 ഹദീസ് പിടിച്ചോളൂ. ബുഖാരി മുസ്ലിമിൽ നിന്ന് നമ്പർ എഴുതിയിട്ടുള്ളൂ. 10 പരം ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹി കട്ട ഹദീസുകൾ ബുഖാരി മുസ്ലിമിൽ ഞാൻ എഴുതിത്തരാം. പകർത്തിത്തരാം. ഒക്കെ അനുസരിച്ചാക്കാൻ പോകും. കുറേ ഷഹാദത്ത് ചെല്ലുന്ന ഇസ്ലാംകാരെ എണ്ണുന്ന അവസരത്തിൽ പോലും ഷഹാദത്ത് കട്ടു എന്ന് പറഞ്ഞ ഇയാളെക്കാണ് വലിയ മുനാഫിഖ് ലോകത്തുണ്ടോ?